വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നാസ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു പരിപ്പ് കറിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റുമായിരിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. ഗവൺമെൻറ് കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക. വെറുതെ പുറത്തിറങ്ങി നടക്കാതിരിക്കുക. സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ കുക്കറിലാണ് ഇപ്പോൾ വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പരിപ്പെടുക്കുക. ഒരു അരക്കപ്പോളം പരിപ്പുണ്ട്. ഇത് തുവരപ്പരിപ്പാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ കുതിർത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. ചെയ്യുന്നവർക്കത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടോ കുറക്കോ ചെയ്യാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വിസിൽ വരുത്തുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 വിസിലാണ് വരുത്തിയിട്ടുള്ളത്. അത് നിങ്ങളുടെ പരിപ്പിൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിൽ നമുക്ക് നോക്കിയിട്ട് വ്യത്യാസം വരുത്താം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. അതിന് ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു 1/2 ടീസ്പൂണോളം ജീരകം, ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മതി മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ഏകദേശം ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങനെ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആദ്യം പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളകും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവൊക്കെ പാകമായിരിക്കും. പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഈ പരിപ്പ് കറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇനി അതല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വറവിലിടാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ട് ആവശ്യത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് വറുത്തിടാം. അതിനൊരു പാൻ വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഏതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വറ്റൽമുളകും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് തേങ്ങയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് വറുത്തെടുക്കുക തേങ്ങ. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റാം. ഇതിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ഉള്ളി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും. ഇത് നമുക്ക് ഇതിലേക്ക് പരിപ്പ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം വെക്കുമ്പോൾ ഈ പരിപ്പ് കറി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ കണ്ടില്ലേ, ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വേറെ ഒരു പണിയില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അത്രയേ ഉള്ളൂ. സോ സ്റ്റേ സേഫ്. ബൈ. താങ്ക് യു സോ മച്ച്.